ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രമുഖനായ യോഗ ട്രെയിനറും അതുപോലെ ആക്സസ് ബാർസ് അതിൻ്റെ ട്രെയിനറും അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീഷണറും ഒക്കെ ആയിട്ടുള്ള ശ്രീ ശക്തിദാസൻ അവർകളാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം കുറേ നാൾ സെയിൽസ് മേഖലകളിൽ പലതരത്തിലുള്ള സെയിൽസ് മേഖലകളിലായിരുന്നു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോഴ് അദ്ദേഹം എത്തി നിൽക്കുന്നത് ഭാരതീയ ആത്മീയതയുടെ പല തലങ്ങളിലാണ് അല്ലേ. അപ്പോൾ ആ തലങ്ങളെ ശരിക്കും ഇപ്പം എനിക്ക് തന്നെ കൗതുകരമായിട്ട് തോന്നിയ ഒരു വാക്ക് അദ്ദേഹം പറയുണ്ടായി, സ്പിരിച്വൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സംഗതിയെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി. ശരിക്കും ആക്ച്വലി ഭാരതീയ മനഃശാസ്ത്രം എന്ന് പറയുന്നത് യോഗശാസ്ത്രമാണെന്നും യോഗശാസ്ത്രം തന്നെയാണ് മനസ്സിന്റെ ഈ പറയുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്കിലും സ്പിരിച്വൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സംജ്ഞ യഥാർത്ഥത്തിൽ വളരെ കൗതുകരമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്നാണ് അങ്ങ് ആ ഒരു സംഗതി പഠിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ഒരു റെലവൻസ് എന്താണ് ഇന്നത്തെ ആ ഒരു സൊസൈറ്റിയിൽ? ശരിക്കും എൻ്റെ ബാല്യം മുതൽ പറയാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു വൃക്ഷം എത്രത്തോളം ഫലം നൽകുന്നു എന്നുള്ളത് അതിൻ്റെ റൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചത് കുട്ടനാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ എൻ്റെ അച്ഛൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുന്ന ഒരാളാണ്. അച്ഛൻ AIR ആയിരുന്നു. അപ്പൊ കുഞ്ഞുനാളിലെ ഞാൻ ഈ ഭാഗവതവും രാമായണവും ഗീതയും ഒക്കെ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അച്ഛൻ അത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മളോട് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഏജിൽ ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈച്ച ചത്ത് പൂച്ചയാവുന്നു, പൂച്ച ചത്ത് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അന്നത്തെ ലോജിക് മൈൻഡ് വെച്ചിട്ട് അതിനോട് എനിക്ക് ടോട്ടലി ഡിസഗ്രി ചെയ്യാനാണ് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഞാൻ അതിന് അനുകൂലമല്ലായിരുന്നു. പക്ഷേ അവിടെ നിന്നും ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് വന്ന് സെറ്റിൽ ആവുകയാണ്, സിറ്റിയിൽ വന്ന് സെറ്റിൽ ആവും. ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ആ സമയം എന്ന് വെച്ചാൽ ബാച്ചിലർ ലൈഫാണ്. ഒന്ന്, മാരേജ് കഴിഞ്ഞിട്ടില്ല. രണ്ട്, നമ്മൾ ഒരു സെറ്റ് ആയിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ ലാംഗ്വേജ് വെച്ചാൽ സെറ്റ് ആയിട്ടില്ല. സോ അപ്പം ഇത് രണ്ടും ഏതൊരു യങ്സ്റ്ററെ സംബന്ധിച്ചും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നല്ല പ്രഷറുണ്ട്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GDയും ഇന്റർവ്യൂവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലി കിട്ടുക. അന്ന് സ്വപ്നമായിരുന്നു. നാട്ടുമ്പുറത്ത് ഫുൾ കൈ ഷർട്ടും ഒക്കെ ഇട്ട് അന്നൊരു SD ബൈക്കിലാണ് എൻ്റെ നാട്ടിലൊരു ഏട്ടനുണ്ട്. അദ്ദേഹം ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് നടക്കുന്നത്. നമ്മൾ കുഞ്ഞുനാളിൽ വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ശരിക്കും നന്നായിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലത്തുനിന്ന് നമ്മളുടെ സ്വപ്നം എന്ന് പറയുന്നത് നല്ല ഡ്രസ്സും നല്ല വാഹനത്തിലും ഒക്കെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനെ പോലെ സ്വപ്നം കണ്ടത്. അപ്പൊ അതുപോലെ ആഗ്രഹിച്ചതനുസരിച്ചിട്ട് എനിക്ക് എത്താൻ കഴിഞ്ഞു, മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് വരാൻ കഴിഞ്ഞു. പക്ഷെ ആ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലി കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പ്രഷറുള്ള ഒരു പണി വേറെ ഇല്ലാതെ. കാരണം ഒരു 25-24 ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മളുടെ ടാർഗറ്റ് ക്ലോസ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ 3 ലക്ഷം ചെയ്ത് അടുത്ത മാസം നമുക്ക് 5 ലക്ഷം ആയിരിക്കും. ഈ തുമ്പിയെ കൊണ്ട് കയ്യിലടിപ്പിക്കുന്ന പോലെ മാർക്കറ്റിംഗില്. അപ്പം ഞാൻ പറഞ്ഞ അതൊരിക്കലും മോശമായ അനുഭവമല്ല, നല്ലൊരു അനുഭവങ്ങളാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കുറെ എക്സ്പീരിയൻസസ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ പോലത്തെ സാഹചര്യം അല്ല അന്ന്. അന്നൊരു ജോലി കിട്ടി, നമ്മുടെ സീനിയറെ ഭയങ്കര പേടിയാണ്. കാരണം ഞങ്ങളുടെ ബോസ് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിറയ്ക്കും. കാരണം അദ്ദേഹം ഒന്ന് മുഖം കറുത്താൽ നമ്മുടെ പണി തെറിക്കും. സോ അന്ന് ഇതുപോലുള്ള ഒരു എക്സ്പോഷർ ഇല്ല. സോ അങ്ങനെ ജീവിച്ച സമയത്ത് നമ്മളുടെ ഈ ടെൻഷൻ മാറാൻ വേണ്ടി എൻ്റെ കൊളീഗ്സ് ഒക്കെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ സ്പിരിറ്റ് അടിക്കും. അവർ പറയും, അളിയാ നമുക്കൊരു കൂടാം, ഒരു 30 ml അടിക്കാം, അല്ലെങ്കിൽ 60 അടിക്കാം എന്ന് പറയുമ്പോൾ അന്ന് നമ്മളൊരു പക്ഷേ ഇത്രയും റിമോട്ട് വില്ലേജിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. മാത്രമല്ല കുഞ്ഞുനാളിലെ നമ്മൾ ഈ സ്പിരിച്വൽ ഇതിലാണ് കണ്ടു വളർന്നത്. അതുകൊണ്ട് നമുക്ക്
സ്പിരിറ്റ് അടിക്കുന്നതിനോട് താല്പര്യം തോന്നില്ല. ചിലരുടെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് നീ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഐദർ സ്പിരിറ്റ് ഓർ സ്പിരിച്വാലിറ്റി. മനസ്സിലായോ? യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് ടെൻഷനാണ്. ഇത് രണ്ടിലും ഒരേ അനുഭവമാണ് കിട്ടുന്നത്. സ്പിരിറ്റ് അടിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ടെൻഷനൊക്കെ റിലീസ് ചെയ്ത് കുറച്ചു നേരത്തേക്ക് അവൻ ഫ്രീ ആയി. പക്ഷെ അത് ആ സമയം കഴിഞ്ഞ് കിക്ക് പോയാൽ തീർന്നു. പക്ഷെ ഭാഗ്യവശാൽ എനിക്കൊരു സിസ്റ്റത്തിലേക്ക് വരാൻ കഴിഞ്ഞു. അതൊരു സ്പിരിച്വൽ സിസ്റ്റമാണ്, പ്യുവർലി മെഡിറ്റേഷൻ, ഹാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന, സയന്റിഫിക്കലി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വുഡ് ബി ത്രൂ ആണ് ഞാൻ ആ സിസ്റ്റം മനസ്സിലാക്കുന്നത്. ഭാഗ്യവശാൽ അങ്ങനെ 2000-ലാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പം മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്താണ് ഈ മെഡിറ്റേഷൻ. പക്ഷേ ഈ ഗീതയില് പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മയുണ്ട്. നിങ്ങൾ ഒരു ഗുരുവിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുണ്ട്. അതായത് നമ്മൾ പിന്നെ ഈ റിച്വൽ വർഷിപ്പിനൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ ഗുരുവിനെ സമർപ്പിച്ചാൽ മതി എന്നുണ്ട്. അന്ന് അങ്ങനെ ഒരു ചിന്ത വന്നു, പക്ഷെ അതങ്ങ് വിട്ടുപോയി. അതിനുശേഷം നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങി. ആദ്യമായിട്ട് ഞാൻ വരുന്നത് 1993 ലാസ്റ്റാണ്. അന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു. എൻ്റെ ഒരു സുഹൃത്താണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് ഇന്ന് നിങ്ങൾ എല്ലാവരും അറിയുന്ന ആ മാതാവ്, അതായത് അമൃതാനന്ദമേ, അമ്മയുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ അമ്മയെ ആയിട്ട് കണ്ടു. അമ്മ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ പറഞ്ഞു, മോനെ കാര്യങ്ങളും എല്ലാം റെഡിയാവും, വേറെ ഒരു കാരണവശാലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അന്ന് ഹഗ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതൊരു റിലീഫായിരുന്നു. അന്ന് വരെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ആ റിലീഫായിരുന്നു. പക്ഷെ അതിനുശേഷവും എനിക്ക് അവിടെ വേറെ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പൊ അമ്മ കണ്ടു, നമ്മളെ ആശ്ലേഷിച്ചു. അതിനുശേഷം കുഴപ്പമില്ല, എല്ലാം നന്നായിക്കോളൂ എന്ന് പറഞ്ഞു നമ്മൾ പോന്നു. പിന്നെ കുറേ വർഷം കഴിഞ്ഞു, ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വരുന്നത്. അത് മെഡിറ്റേഷനാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ മെഡിറ്റേഷൻ തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ 1 മണിക്കൂറാണ് മെഡിറ്റേറ്റ് ചെയ്തത്. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ശരീരം മുഴുവൻ വിയർത്ത് കുളിച്ച അവസ്ഥയായിരുന്നു. അന്ന് മെഡിറ്റേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മളുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു, ഇരുന്നിട്ട് പറയുന്നു പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഞാൻ ആകെ വണ്ടറായിപ്പോ എന്ത് ചെയ്യണമെന്നോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പൊ അവിടെ ഒരു എന്താ പറഞ്ഞത്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ട്രാൻസ്മിഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്മിഷനിൽ അല്ലെങ്കിൽ പ്രാണാഹൂതി എന്ന് പറയും, ആ ഒരു സിസ്റ്റമാണ് അത്. അപ്പൊ ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അവിടെ മുതൽ റെഗുലർ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഒരു 24 വർഷം കംപ്ലീറ്റ് ആയി. അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ച് പറഞ്ഞാൽ റോഡിലുള്ള കുഴികളും ഡാമേജും ഒന്നും നമുക്ക് നിരപ്പാക്കാനുള്ള റൈറ്റ് ഇല്ല. എന്നാൽ ആ റോഡിലൂടെ നമ്മളൊരു 2 വീലറിലോ ഒരു 4 വീലറിലോ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, അത് അറിഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് വാഹനത്തിൽ പോകണമെന്ന്. സേ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 2 വീലറിൽ പോയാൽ കുഴിയിൽ വീണ് നമ്മുടെ നടുവിൽ കംപ്ലൈന്റ് വരും. അതേസമയം നമ്മളൊരു 4 വീലറിൽ പോയാൽ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞ പോലെയാണ് സ്പിരിച്വാലിറ്റി. ജീവിതത്തിലെ അനുഭവങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനെ അഭിമുഖീകരിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അതാണ് ആത്മീയത എന്ന് എൻ്റെ കഴിഞ്ഞ ഇത്രയും നാളത്തെ അനുഭവത്തിലൂടെ പറയാൻ പറ്റും. കാരണം ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും വളരെ സമചിത്തതയോടുകൂടി നമുക്ക് ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ അന്നത്തെ ഫ്രണ്ട്സ് ഉണ്ട്, കൂടെ ഒന്നിച്ച് താമസിച്ച ഫ്ലാറ്റിൽ താമസിച്ച സുഹൃത്തുക്കളുണ്ട്. അവരന്ന് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്, സാമി ആസാമി എന്നൊക്കെ ഫ്രണ്ട്സ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവരൊക്കെ ചില കമ്പനികളുടെ ടോപ്പ് ലെവലിലുണ്ട്. അവരെ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ അവർ പറഞ്ഞു, എടാ നീ അന്ന് ചൂസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു. കാരണം ഇവരൊക്കെ മദ്യത്തിന് അടിമവരായി പോയ ആൾക്കാരാണ്. അതേസമയം നമ്മൾ ആ സമയത്ത് ഇതാണ് ചൂസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ അവര് പറയുന്നുണ്ട്, നിന്റെ പോലെ ഫ്രീ ആയിട്ട് എപ്പോഴും ചിരിച്ചോടെ കിടക്കാൻ എങ്ങനെ പറ്റാം. അപ്പൊ അത് ഈ ആത്മീയതയുടെ പ്ലസ് പോയിന്റ്.
ഓക്കെ, ഗ്രേറ്റ്. ക്ലിയർ. അതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായ ഒരു കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞില്ല, ഈ സ്പിരിച്വൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സ്പിരിച്വൽ സൈക്കോളജി. സി ആക്ച്വലി ഞാൻ ഇൻ ബിറ്റ്വീൻ ഇപ്പൊ ഒരു 24 വർഷമായെന്ന് ഞാൻ പറഞ്ഞില്ല ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഫ്രീഡം ആണ്. അതായത് നമ്മൾ ഇപ്പൊ പലതരത്തിലുള്ള ഓർഗനൈസേഷനുകളുണ്ട്, സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. പലരും പറയുന്നത് അവരുടെയാണ് ശരി, അവരുടെ മാത്രമാണ് ശരി എന്ന് പറയുമ്പോഴാണ് ഈ ഫ്രിക്ഷൻ വരുന്നത്. അങ്ങയുടെ ശരി അങ്ങയുടെ ശരിയാണ്, എന്റെ ശരി എന്റെ ശരിയാണെന്ന് കണ്ടാൽ അവിടെ പ്രോബ്ലം ഇല്ല. സ്പിരിച്വാലിറ്റി, യഥാർത്ഥ സ്പിരിച്വാലിറ്റി അതാണ്. ഇപ്പൊ എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് മതപരമായ ചിന്ത എവിടെ അവസാനിക്കുന്നു അവിടെ നിന്നാണ് ആത്മീയത തുടങ്ങുന്നത്. റൈറ്റ്. അപ്പം ഈ പറഞ്ഞ സ്പിരിച്വൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് ഞാൻ വരാം. ഞാന് ഈ എന്റെ ബിസിനസിന്റെ ഭാഗമാണ്, ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലാണ്. അപ്പൊ അതില് പല അപ്സ് ആൻഡ് ഡൗൺസ് വന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ സമയം യോഗയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ പറയാം, ചിലപ്പോൾ മറ്റൊരു നമ്മുടെ പ്രേക്ഷകർക്ക് ഗുണം ചെയ്തേക്കാം. അതായത് എന്റെ ഈ കൈ തളർന്നുപോയി. ഇറ്റ് വാസ് 2011. അന്ന് ഞാൻ ലക്ഷറിയുടെ അങ്ങേയറ്റത്താണ്, അതായത് മെഴ്സിഡസ് ബെൻസിലാണ് നടക്കുന്നത്. അന്ന് എന്റെ ബിസിനസ് അങ്ങനെയായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ പക്ഷെ എന്റെ ഈ കൈ പൊങ്ങില്ല. നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം, ഞാൻ അഹങ്കാരം ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ നോ നോൺ വെജ്, നോ ആൽക്കഹോൾ, നോ സിഗരറ്റ്, ഒരു തോന്നിവാസവും അല്ലെങ്കിൽ ഒരു നല്ല പണിയും ചെയ്തിട്ടില്ല, ആമ്പിള്ളേരെ ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് ഈ ഇഷ്യൂ ആണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ, അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു, പല സ്ഥലങ്ങളിൽ പോയി കാണിച്ചു, എന്നിട്ട് എനിക്കത് മാറി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അഷ്ടാംഗ യോഗ പഠിക്കുന്നത്. അങ്ങനെ അഷ്ടാംഗ യോഗ, അതായത് ആസനാസ്, യോഗാസന, ഇത് എടുത്തു പറയാൻ കാരണം ഇപ്പൊ യോഗ ആകെ ഒരു കൺഫ്യൂഷൻ നാട്ടുകാർക്ക്. അപ്പൊ യോഗ എന്ന വാക്കിന്റെ അർത്ഥം യോജിപ്പെന്നാണ്, കൂടിച്ചേരൽ. അതായത് എന്താ പറയാ, ഇജ്വതി ഇത് യോഗ എന്നാണ് പതഞ്ജലി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തോ ഇതിനെ കൂടിച്ചേർക്കണം. അപ്പൊ ആ കൂടിച്ചേർക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം, അതാണ് യോഗ. സോ എന്റെ ശരീരത്തില് ഈ വേദന വന്നതാണ് ഞാൻ അഷ്ടാംഗ യോഗയിലേക്ക് തിരിയാക്കാൻ. അതിന് മുൻപേ മെഡിറ്റേഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മെഡിറ്റേഷൻ മാത്രം കൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി ഇതിനെ വളരെ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഷ്ടാംഗ യോഗം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അപ്പൊ ഇതില് ഈ ആസന ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഫിറ്റ്നസ് ഉണ്ടാവുന്നു, ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും. അപ്പൊ ശരിയായ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ധ്യാനാവസ്ഥയിൽ, ധ്യാനം കഴിഞ്ഞാൽ സമാധി. അപ്പൊ ഈ ധ്യാനം ചെയ്യണമെങ്കിൽ നന്നായിട്ട് നടുവ് നിവർന്ന് ഇരിക്കാൻ പറ്റണ്ടേ? നടുവ് നിവർന്നില്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരുന്ന്, അല്ലെങ്കിൽ നമ്മള് പത്മാസനത്തിൽ ഇരുന്ന് സുഖമായിട്ട് നമ്മുടെ ശരീരത്തെ ഒരു പ്രിഗ്നസ് ഇല്ലാതിരിക്കാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആസന കൊണ്ട് പതഞ്ജലി നിഷ്കർഷിച്ചിരിക്കുന്നത്. സ്ഥിരം സുഖം ആസനം. അപ്പൊ സ്ഥിരവും സുഖമായിട്ടിരിക്കുന്ന എന്തിനാണ്? ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ. അപ്പം ആ ആസനം പരിചയപ്പെട്ടപ്പോഴാണ് എന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഈ പ്രോബ്ലം എനിക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. എന്റെ ഇതിന് പറയുന്നത്, സയൻസിൽ പറയുന്നത് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും. അലോപ്പതി ഡോക്ടേഴ്സ് പറയുന്നതാണ് ഫ്രോസൺ ഷോൾഡർ. അപ്പൊ ഷുഗർ നന്നായിട്ട് കൂടി, അങ്ങനെ ഫ്രോസൺ ഷോൾഡർ ആയിട്ട് ഈ കൈ എനിക്ക് പൊക്കാൻ പറ്റാത്ത അവസ്ഥ. അവിടെ നിന്നും പല മരുന്നുകൾ കഴിച്ചിട്ട് എനിക്കത് റിക്കവർ ചെയ്തില്ല. പക്ഷെ യോഗാസനാസിലെ ചെറിയ ചില മൂവ്മെന്റ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3rd വീക്കില് എനിക്ക് കൈ എങ്ങനെ വേണേലും മറിക്കത്തില്ല. സോ അങ്ങനെയാണ് ഞാൻ യോഗ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് പഠിക്കാൻ തുടങ്ങിയതും അതിനുശേഷം അതൊരു സെന്ററായിട്ട് ഇടുകയും ചെയ്തു. പാലാരിവട്ടത്താണ് എന്റെ സെന്റർ, വിസ് യോഗ ആൻഡ് വെൽനസ് സെന്റർ എന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. കാരണം ഞാൻ അലോപ്പതി മരുന്ന് വിറ്റ് നടന്നിട്ടുള്ള ആളാണ്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ടാണ് ഞാൻ എന്റെ കരിയർ തുടങ്ങിയത്. അവിടെ നിന്നും എനിക്ക് അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് കിട്ടാത്ത ഒരു സ്വാസ്ഥ്യം എനിക്ക് യോഗയിലൂടെ കിട്ടിയത് കൊണ്ടാണ് ഞാനത് 10 ജനങ്ങൾക്ക് അറിയിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ലഭിക്കാത്ത ഒരു സുഖം അല്ലെങ്കിൽ സ്വാസ്ഥ്യം നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്, കാരണം ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്തതാണ്. അപ്പം അന്ന് വരെയും എൻ്റെ ധാരണ നമുക്ക് അസുഖം വന്ന അലോപ്പതി മരുന്ന്, അതിനപ്പുറം വേറൊരു സംഭവം ആയുർവേദം ഒന്ന് കേട്ടിട്ടുണ്ട്, നമ്മളൊന്നിനും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ഈ കൈവേദന മാറുകയും എനിക്ക് വളരെയധികം ഷുഗറിൽ കൺട്രോൾ ഉണ്ടാവുകയും ചെയ്തത് യോഗാസന പരിശീലിച്ചപ്പോഴാണ്. അപ്പൊ ഈ ഒരു അനുഭവം എന്നെ പോലെ തന്നെ തിരക്കിട്ട് ജോലി ചെയ്യുന്ന മാർക്കറ്റിംഗ് പ്രൊഫഷൻ ആണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുമായിട്ട് ലഭിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഫ്രീ ആയിട്ടാണ് ആദ്യം യോഗ സെന്റർ തുടങ്ങിയത്. പാലാരിവട്ടത്താണ് വിസ് യോഗ ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തിൽ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പല ആളുകൾക്കും അവരുടെ സ്ട്രെസ് മാറി, അവരുടെ ബാക്ക് പെയിന്, അതുപോലെ കഴുത്തിന്റെ വേദന, കൈയുടെ വേദന, അങ്ങനെ നിരവധി ഫിസിക്കൽ എയിൽമെന്റ്സ് കറക്റ്റ് ചെയ്യാൻ ഞാനൊരു ഉപകരണമായി എന്നുള്ളത് വളരെ എന്താ പറയുക ചാരിതാർത്ഥ്യമുള്ളൊരു സംഗതിയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സ്പിരിച്വൽ സൈക്കോളജി എന്നുള്ളതാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഞാൻ ബിസിനസ്സിൽ നിന്ന് കുറച്ചെല്ലാം വിട്ട് കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് അടുക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി കുറെ അധികം മോഡാലിറ്റീസ് പഠിക്കാൻ ഭാഗ്യമുണ്ട്. കാരണം ഈ കോവിഡൊക്കെ ആയിരുന്നല്ലോ, കുറെ ഓൺലൈനായിട്ട്, കുറച്ച് ഞാൻ നേരിട്ട് ഫിസിക്കൽ ആയിട്ടുമാണ് പഠിച്ചത്. അപ്പൊ അതില് ആക്സസ് ബാർ കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു മോഡാലിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ ആരി ഡഗ്ലസ് എന്ന് പറയുന്ന ഒരാളും ഡെയിൻ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ഇവര് ശരിക്കും ഓസ്ട്രേലിയക്കാരാണ്. അവര് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മൊഡാലിറ്റിയാണ്. ശരിക്കും അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം 15 വർഷത്തോളം നമ്മുടെ ഹിമാലയൻ മാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെ ആക്സസ് ബാർ എന്ന് പറയുന്നൊരു സംഗതി പഠിച്ചു, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി ഉണ്ട്. അതൊരു 150 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളുടെ ഫിലിപ്പിനോ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ഗ്രാൻഡ് മാസ്റ്റർ ചോ കോക് സൂയി എന്ന് പറയും. അദ്ദേഹം ഫിലിപ്പിനോ ആണ്. അദ്ദേഹം ഒരു 150 വർഷമായിട്ടുള്ളൂ ഇത് ഡെവലപ്പ് ചെയ്തിട്ട്. അത് ബേസിക്കലി നമ്മുടെ യോഗശാസ്ത്രത്തിൽ നിന്നും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള സംഗതി. അതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ബോഡി ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഓറ. നമ്മൾ ബുദ്ധന്റെ ആണെങ്കിലും കൃഷ്ണന്റെ ആണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണും. അപ്പൊ ആ ഓറയിലെ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അതിലെ പ്രോബ്ലമാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് എയിൽമെന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് ആസ് എ പ്രാക്ടീഷണർ നമ്മൾ ചെയ്യുന്നത് ആ കണ്ടാമിനേഷൻ എടുത്ത് കളയാം. എന്ന് വെച്ചാൽ ഒരു സ്കാവഞ്ചറുടെ പണിയാണ്, ഒരു തൂപ്പുകാരന്റെ പണി, ഒരു എന്താ പറയുന്നത് നമ്മുടെ കോർപ്പറേഷൻ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ പണിയാണ് നമ്മൾ ചെയ്യുക. എല്ലാ മനുഷ്യ ശരീരത്തിനും ഇതുണ്ട്, ഈ ഓറയുണ്ട്. ആ ഓറയിലെ കണ്ടാമിനേഷൻ നമ്മൾ കളഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഡിവൈൻ എനർജി നമ്മളിലൂടെ ഫ്ലോ ചെയ്യുകയും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അപ്പൊ അത് യോഗശാസ്ത്രം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പ്രാണിക് ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹിപ്നോട്ടിസം പഠിക്കുന്നത്. ഹിപ്നോട്ടിസത്തിൽ മനസ്സിലായ ഒരു കാര്യം, അത് മെസ്മർ എന്ന് പറയുന്ന ആളാണ് അതിന്റെ ഇത് ഡിസൈൻ ചെയ്തത്, ജർമ്മനിയിലാണ്. അതും ഏകദേശം ഒരു 200 വർഷത്തിൽ താഴെയുള്ളൂ. പിന്നെ സൈക്കോളജി. ഈ സൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിനെ കുറിച്ചുള്ള സംഗതിയാണ് സൈക്കോളജി. സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്നാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സൈക്കോളജി ആയാലും പ്രാണി ഹീലിംഗ് ആയാലും ഹിപ്നോട്ടിസം ആയാലും ആക്സസ് ബാർ ആയാലും കുറെ അധികമുണ്ട്, മഹികാരി, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ട്. ഇതിന്റെ എല്ലാ മഹികാരി അതൊരു ജാപ്പനീസ് മെത്തേഡാണ് മഹികാരി എന്ന് പറയും. സോ ഞാൻ പറഞ്ഞ ഇതെല്ലാം ബേസ് ചെയ്യുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യ ശരീരവും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ മനുഷ്യ ശരീരത്തിലുള്ള കണ്ടാമിനേഷൻ മനസ്സിലും ശരീരത്തിലും ഉണ്ടാവുന്ന അഴുക്കുകളാണ് ഈശ്വരനിലേക്ക് നമ്മളെ എത്താൻ തടസ്സപ്പെടുന്നത്. ഈ അഴുക്കുകൾക്ക് പ്രത്യേകത ഉണ്ട്. നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മമാണ്. അപ്പൊ ഈ കാർമിക് അക്കൗണ്ട് എന്ന് പറയും. ഈ കാർമിക് അക്കൗണ്ട് നമ്മൾ തീർത്തേ അതിലേക്ക് എത്തുള്ളൂ. റൈറ്റ്. അപ്പൊ ആ എല്ലാ മൊഡാലിറ്റിയും ഇപ്പൊ ഞാനിത് എടുത്തു പറയുമ്പോൾ ആരും എന്നെ വിമർശിക്കരുത്. ഈ നമ്മുടെ ഒരു സാധാരണ ആളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷിൽ കുറെ പേര് കേട്ടാൽ ഉടനെ തന്നെ എത്ര ലക്ഷം വേണേലും കൊടുത്താൽ
ഞാൻ ഈ പറഞ്ഞ എല്ലാ കോൺസെപ്റ്റും ഇവിടെ കൗപീനവും എടുത്തുകൊണ്ട് വർഷങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉണ്ടായിരുന്ന സബ്ജക്റ്റാണ്. പക്ഷെ ഇത് ഇവിടെ വെച്ച് ആ വില ഉണ്ടാവില്ല. ഇത് വിദേശത്ത് പോയിട്ട് അവരൊരു പേരൊക്കെ ഡിസൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി ഡിസൈൻ ചെയ്തതിന് ശേഷം ഇന്ത്യയിലേക്ക് കൊടുത്താൽ ഈ സാധനം ഡബിൾ വിലക്ക് ചെലവാകും. ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത. കാരണം എൻ്റെ ക്ലാസ്സില് 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി പഠിക്കാൻ വന്നു. അതിന്റെ പേരൻസ് പാരീസിൽ നിന്നാണ് വന്നത്. അവര് വന്ന് എൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സും അവര് ഷൂട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും. അതേസമയം നമ്മുടെ ഇവിടെ ഉള്ള ആളുകളുണ്ട്, അവർക്ക് യാതൊരു വാല്യൂ ഇല്ല. അവര് വന്നു, ജസ്റ്റ് അറ്റൻഡ് ചെയ്തു, അവർ പോകുന്നു. ഇനി ചില സമയത്ത് കാശ് തന്നെ ചോദിക്കുന്നത് കൂടുതലാണോ എന്നൊരു തോന്നല് ചിലരുടെ മനസ്സിൽ. യോഗ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടേണ്ട എന്തോ സാധനമാണ്. റൈറ്റ്. അപ്പം ആരുടെയും കുഴപ്പമല്ല, ഭൗതികമായിട്ട് നോക്കിയിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത്. നമ്മുടെ കയ്യിൽ ധനമുണ്ടോ നമ്മളെ റെസ്പെക്ട് ചെയ്യും, ധനമില്ലെങ്കിൽ അപ്പം അത് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ധനം ആവശ്യത്തിന് ഉണ്ടാക്കണം. ഇപ്പൊ ഞാനിത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുമായിരുന്നു, അക്കോർഡിംഗ് ടു യോഗ നമ്മൾ പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ശരീരം എന്നാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് 6 ഭൂതമുള്ളതാണ്. കാരണം നമ്മളുടെ ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്നുണ്ട് നവരസങ്ങൾ എന്താണെന്ന് പുള്ളി കാണിക്കുന്നത്. എന്നിട്ട് പുള്ളി ഒരു 3 കൂടെ കാണിക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ 20 വർഷത്തോളം അല്ലെ 25 വർഷത്തോളമുള്ള യോഗ മെഡിറ്റേഷൻ പരിചയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചഭൂതമല്ല, 6ാമത്തെ ഭൂതം കൂടി ചേർത്തിട്ട് പറയണം. കാരണം ഭൂമി, വായു, അഗ്നി, ആകാശം, ജലം, ഈ 5 കാര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 6ാമത്തെ ഭൂതമായ പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഈ പണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനില്ലെങ്കിൽ, ശ്വാസ തടസ്സം ഉണ്ടെങ്കിൽ അവിടെ മെഡിസിറ്റി പോയി കഴിഞ്ഞാൽ അവർ അഡ്മിഷൻ ഇങ്ങനെ കാശ് കൊടുക്കണം. വീട്ടിൽ പാകം ചെയ്യണമെങ്കിൽ ഗ്യാസ് വേണം. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ സെൻട്രലൈസ്ഡ് ഗ്യാസ് ആണ്. ഈ ഗ്യാസിന് എല്ലാ മാസവും കറക്റ്റ് കാശ് കൊടുക്കണം. ഇപ്പൊ ശ്വാസത്തിന് കാശ്, നമ്മള് ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ അഗ്നിക്ക് കാശ്, ശരിയല്ലേ? ജലം ദാ വീട്ടിൽ കിട്ടുന്നത് ഇവിടെ 3 ലക്ഷം രൂപയുടെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. ഞാൻ അത് ഇടയ്ക്ക് വാങ്ങാറുണ്ട്. അത് pH ലെവല് നമുക്ക് 9 പോയിന്റ് സംതിങ്ങിലേക്ക് വരും. കാരണം നമ്മുടെ ശരീരത്തിലെ pHഉം വെള്ളത്തിന്റെ pHഉം ഈക്വൽ ആണെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ നല്ല വെള്ളം കുടിക്കണമെങ്കിലും കാശ് കൊടുക്കണം. ഭൂമിയിൽ ചവിടണം. ഞങ്ങൾക്കിപ്പോ ഭൂമിയിൽ ചവിട്ടാൻ ഭൂമി ഇല്ല, കാരണം ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ ഇരിക്കുക. കാരണം അത്രയും കാശ് മുടക്കാനില്ല. അപ്പൊ കാശ് മുടക്കിയാലേ ഇപ്പൊ ഭൂമി വാങ്ങാൻ പറ്റുള്ളൂ, നല്ല ഭൂമി ചവിട്ടാൻ പറ്റുള്ളൂ. റൈറ്റ്. അപ്പം ഏത് ഭൂതങ്ങളായാലും മനുഷ്യ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. അപ്പൊ ഈ പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നമുക്ക് നറിഷ് ചെയ്യണമെങ്കിൽ 6ാമത്തെ ഭൂതമായ പണം വേണം. അപ്പൊ അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് മോശമല്ല. ഞാൻ പറയാൻ കാരണം ഞാനൊരു റിമോട്ട് വില്ലേജിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് പറയാം. ഞങ്ങളൊക്കെ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുന്നവർക്ക് പറഞ്ഞാൽ എന്തോ മോശക്കാരാണെന്ന് ധാരണയും ജീവിച്ച ആളാണ്. പണം ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയാണ്, നിങ്ങൾക്ക് എത്രത്തോളം പണം ഉണ്ടാക്കാമോ അത്രത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും പറ്റും. ഈ ഒരു മൈൻഡ് സെറ്റിൽ പൈസ ഉണ്ടാക്കാൻ പോകണം, പൈസക്ക് വേണ്ടി മാത്രം പോകരുത്. പോകരുത്, അങ്ങനെ പോകരുത്. കാരണം പൈസ വേണം. ഞാൻ പറഞ്ഞ ആത്മീയതയാണെ പോലും ശരിയായ ആത്മീയത വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ധനം വേണം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കുകയാണ്. എന്നെ EMIയുടെ ആള് വിളിക്കുമെന്ന് വെച്ചാൽ എനിക്ക് മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമോ ഞാൻ EMI കാരനെ ഓർക്കും. അപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു ആചാര്യനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ആള് ഒറ്റയടിക്ക് പറഞ്ഞ ശക്തി ദാരിദ്ര്യവാസികൾക്കുള്ള സാധനം അല്ല സ്പിരിച്വാലിറ്റി, ധനമുള്ളവനാണ് സ്പിരിച്വലായിട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ അതിശയിച്ചു പോയി. ഈ അറിവ് എനിക്ക് ഈ 24 വർഷം കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. അല്ല, ഇതൊരു കോൺട്രവേഴ്സ്യൽ പോയിന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ധനം ഉണ്ടായിരുന്ന ആൾക്കാർ പലരും ധനം ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വാലിറ്റി പറയാൻ പോയിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. 500 കോടി വരെ എഴുതി കൊടുത്തിട്ട് കാട്ടിലേക്ക് പോയി. പക്ഷേ അതാണ് നമ്മൾ ഇതിന്റെ കാര്യത്തിൽ എന്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്കഷൻ വന്നു. ഞാനിത് പറയാം, ഞാൻ സ്ത്രീധനം വാങ്ങിച്ചു ആളല്ല. പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ തമാശനൊരു ഡിസ്കഷൻ വന്നു. വേറൊന്നുമല്ല, എൻ്റെ
വൈഫിന് അവരന്ന് കുറച്ച് സ്വർണം ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ ഇതൊക്കെ ചെയ്തത്, ഒരാവശ്യമില്ലായിരുന്നല്ലോ. രജനീകാന്തിന്റെ മോടെ കല്യാണം ആ സമയത്താണ് നടക്കുന്നത്. അപ്പോ ഒരൊറ്റ നെക്ലസ് മാത്രമേ പുള്ളിക്കാരൻ ഇട്ടിട്ടുള്ളൂ, വേറെ ഒരു ആഭരണമില്ല. അപ്പൊ അവിടെ സംസാരിച്ച ഒരു കാര്യമാണ്, രജനീകാന്ത് അങ്ങനെ ചെയ്താൽ ആരും പൈക്കം പറയില്ല, പക്ഷെ നിന്റെ അമ്മായി ഇപ്പൊ ഇത് ചെയ്താൽ ഒന്നുമില്ല വേണ്ട അയ്യേ എന്ന് പറയും. അപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ വ്യൂ പോയിന്റ് ക്ലിയർ. ധനമുള്ളവർ സിംപ്ലിസിറ്റി കാണിച്ചാൽ കുഴപ്പമില്ല, ധനമില്ലാത്തവർ സിംപ്ലിസിറ്റി കാണിച്ചാൽ മോശമാണ്, കാരണം അംഗീകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ഞാനും ഒക്കെ തന്നെ ധനമുണ്ടാക്കിയതിന് ശേഷം സിംപ്ലിസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേടായിട്ടാണ് പറയുക. കാരണം ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാനും നമുക്ക് ആസ്വദിക്കാനുള്ള റൈറ്റ് ഉണ്ട്, ബർത്ത് റൈറ്റ് ഉണ്ട്. കാരണം ഈ ലോകത്തെ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ, ശരിയല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഈശ്വര വിശ്വാസം വേണമെന്നൊരു നിർബന്ധമില്ല. ഈശ്വരനെ വിശ്വസിക്കാത്ത ആളുകളും ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്, പ്രജനനം നടത്തുന്നുണ്ട്, മരണപ്പെട്ടു പോകുന്നുണ്ട്. കാരണം 700-ലധികം കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈശ്വരനെ അറിയുന്നവർ വളരെ കുറച്ചുള്ളൂ, ശരിയല്ലേ? അപ്പൊ ഇവർക്കെല്ലാം ഈ ഭൂമി ഈക്വലാണ്. അപ്പൊ ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധി, അതായത് അബണ്ടൻസ്, ഈ അബണ്ടൻസോട് കൂടി ജീവിക്കാനുള്ള അർഹത എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് സാധിക്കാത്തതിന്റെ കാരണം അവരുടെ മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലമാണ്. കാരണം ഞാനിത് രണ്ടും കണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ബാല്യകാലത്ത്. അപ്പൊ ഞാൻ ഇപ്പോ എനിക്ക് 3 നേരമോ 6 നേരമോ കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ ഞാൻ ചില സ്പിരിച്വൽ ലീഡേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഫാസ്റ്റിംഗ് അതല്ല, ഫാസ്റ്റിംഗ് ആണ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, വ്രതം എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ദൈവം തന്നെയാണ്, കാരണം വർഷങ്ങൾ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായ. അപ്പോ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറണം. യോഗ 100 വർഷം ചെയ്തു, കാണുന്നതിലെല്ലാം നെഗറ്റീവാണ് കാണുന്നെങ്കിൽ പിന്നെ എന്ത് യൂസ്? ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റിലേക്ക് പറയാം, സ്പിരിച്വൽ സൈക്കോളജി. അപ്പൊ ഞാൻ ഈ സൈക്കോളജി എല്ലാം പഠിച്ച് കൊണ്ട് പറയാം. മോഡേൺ സൈക്കോളജി നമ്മളുടെ ഇദ്ദേഹമാണ്, എന്താണ്, ഫ്രോയിഡ്. ആ ഫ്രോയിഡിന്റെ ഇത് കഷ്ടിച്ചു വന്നാൽ 250 വർഷത്തിൽ താഴെ മാത്രം, ജർമ്മനിയിലാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിത്ത വൃത്തി നിരോധ എന്നാണ് യോഗയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇപ്പോഴാണ് 250 വർഷത്തിന് മുമ്പാണ് നമ്മുടെ ഇദ്ദേഹം പറയുന്നത്. ശരിക്കും എല്ലാം നമ്മുടെ ഭാരതം എന്ത് ട്രഷറാണ്, എന്ത് സമ്പന്നമാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പുറം നാടുകളിൽ പോയി പല കാര്യങ്ങളും പഠിച്ചിട്ട് വന്നാൽ അറിയും. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് മരിച്ചുപോയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ വാല്യത്താൻ, MS വാല്യത്താൻ. അദ്ദേഹം പറയുന്നത് കേൾക്കണം. വളരെ വൈകി പോയി പറഞ്ഞത്. യെസ് യെസ്, ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യ എത്രത്തോളം ട്രഷറാണ്. ഇത് പ്രായം കഴിഞ്ഞ് പറഞ്ഞ ആൾക്കാർ പറയുമ്പോൾ അവർക്ക് മതിഭ്രമം ഉണ്ടായി എന്ന് പറയും. അതാണ്. അതുപോലെ തന്നെ ഡോക്ടർ BM ഹെഗ്ഡെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടാൽ എന്റെ ഒരു ഇല്ല, കാരണം ഇത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കിയാൽ നമ്മുടെ ഹെൽത്തിന്റെ ഇഷ്യൂസ് മാത്രമല്ല അവരുടെ റീഡിങ്സും പല ഇതിൽ കുറച്ച് കൊണ്ടുവരുന്നു. യെസ്, പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരോട് പറയാൻ വേണ്ടിയുള്ള കാര്യം, കാരണം ഇന്ന് ആളുകൾ വളരെ തിരക്കിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പണം സമ്പാദിക്കുന്നത് തെറ്റില്ല, പക്ഷേ നിങ്ങളുടെ മനസ്വസ്ഥത നശിപ്പിച്ചിട്ട് നിങ്ങൾ പണം ഉണ്ടാക്കിയാൽ നിങ്ങൾ അത് ആശുപത്രി കൊണ്ട് കൊടുക്കാമെന്ന്. സോ ഞാൻ യോഗയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ആദിയിൽ നിന്നാണ് വ്യാധി ഉണ്ടാവുക. അപ്പൊ ആദി ഇല്ലാതിരിക്കുക, കണ്ടന്റ്ഫുൾ ആയിട്ടിരിക്കുക, ഹാപ്പിനെസ്സോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നാളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ടെൻഷനാണ്. നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് റിഗ്രറ്റ്സും ഉണ്ടാവും. കാരണം അയ്യോ അന്ന് ഞാൻ മെഡിസിന് പഠിച്ചിരുന്ന ഇന്ന് ഞാൻ ഡോക്ടറായിരുന്നു, അന്ന് ഞാൻ LLBക്ക് പോയിരുന്ന ഇന്ന്
വക്കീലായേനെ. ഓക്കെ, അതായത് മുൻകാലത്ത് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കാര്യത്തെ കുറിച്ചുള്ള കുറ്റബോധമാണ് നമ്മളെ അലട്ടുന്നത്. നാളെ എന്തായി തീരും എന്നുള്ള ടെൻഷനാണ് നമ്മളെ നയിക്കുന്നത്. ഇനി ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കി, ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടോ? യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഇല്ല. കഴിഞ്ഞത് പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നാളത്തെ കാര്യം, ഈ ഗേറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഈ മൊമെന്റ് ജീവിക്കാൻ കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കാം. നല്ല പ്രകാശം, നല്ല വായു, നല്ല സൗഹൃദം. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ കുറിച്ചുള്ള ആകുലതകളാണ്, ഉള്ളതിലുള്ള സംതൃപ്തിയല്ല. ഇറ്റ്സ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമുക്ക് കൃതാർത്ഥത ഉണ്ടെങ്കിൽ, എനിക്ക് ലഭിച്ചതിനെ കുറിച്ച് എനിക്ക് ബോധ്യവും നന്ദിയും ഉണ്ടെങ്കിൽ, ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ടെൻഷൻ വരുന്ന എപ്പോഴാണ്? മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി ജീവിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാൽ എന്താ പ്രശ്നം? ഇതാണോ ഈ സ്പിരിച്വൽ സൈക്കോളജി? തീർച്ചയായിട്ടും സ്പിരിച്വൽ സൈക്കോളജി എന്ന് ഞാൻ പറഞ്ഞത്. സൈക്കോളജി ആ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പം അത് സ്പിരിച്വാലിറ്റി തന്നെ ഉണ്ട്. സൈക്കോളജി എന്ന് പറഞ്ഞത് സ്പിരിച്വാലിറ്റി ആണ്. ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. റൈറ്റ്. അതിനെ നമ്മൾ വേണ്ട രീതിയിൽ നറിഷ് ചെയ്യുക. നറിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വരുന്നില്ല.